ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ നമ്മളിന്ന് തിരുവനന്തപുരം വന്നിരിക്കുകയാണ്. വേറൊന്നുമല്ല, നിങ്ങൾക്കറിയാമല്ലോ തിരുവനന്തപുരം എന്തിനാ വന്നെന്നറിയാമല്ലോ. IFFK തുടങ്ങിയിരിക്കുകയാണ്. നമ്മൾ ഘോരമായ ബുദ്ധിജീവികളെ അവരിവരെ കാണാൻ വേണ്ടി നമ്മൾ പോവുകയാണ്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകും നമ്മൾ സിനിമ കാണാൻ പോവുകയാണ്, ഭയങ്കര ഇതായിട്ട് പോയിരിക്കുന്നു, സിനിമയെ പറ്റി നോളജ് ഉള്ളത് അതും ഇതാന്ന് പറയാം. അല്ല, എന്തിനാ പോണേന്നുള്ളത് എനിക്കും അറിയത്തില്ല, ഇവനും അറിയത്തില്ല. അവിടെ അംജു, ബാസി, ഷിഫിൻ, വിഷ്ണു എല്ലാവരും അവിടെ ഉണ്ട്, നമ്മുടെ ടീമിലെല്ലാം ഉണ്ട്. നമുക്ക് എന്തായാലും പോകാലടാ. അപ്പം ലെറ്റ്സ് ഗോ. നമ്മൾ നടന്നത് വണ്ടിയല്ലേ വന്നത്, പിന്നെ എന്തിനാ നടന്നു പറയണത്? നടന്നല്ലോ. ഓക്കെ, നമ്മൾ നടന്ന് കനകുന്നിൻ്റെ അതിലമ്പഴേക്ക് നടന്ന് ഒരു ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ ഒരു ബിൽമയുടെ ബൂത്തല്ലടാ, അവിടെ ഒരു ബിൽമയുടെ ബൂത്തുണ്ട്. അപ്പോൾ ചായ കുടിച്ചതിന് ശേഷം നമുക്ക് ജോഷിഫിനി, ബാസിറ്റ്, വിഷ്ണു എല്ലാം അവിടെ നിൽപ്പുണ്ട്. അപ്പോൾ അമ്മരക്കട് പോകാമെന്ന് വിചാരിച്ചു. അല്ലാണ്ട് പിന്നെ എനർജി വേണ്ടേ? വേണം. പിന്നെ എനർജി വേണം, രാത്രി നിൽക്കാനുള്ള എനർജി വേണം. പിന്നെ അംജുവിന് മുമ്പ് പിടിച്ചേക്കണെങ്കിൽ നല്ല എനർജി വേണം. എന്നെ ഉറക്കാൻ വേണ്ടി സത്യം. ഞാൻ അംജു ദൈവം എന്ന് പറഞ്ഞ എനിക്ക് കയറ്റതല്ലേ, അല്ലാണ്ട് വലിയത് അവരെൻ്റെ മറ്റേ മഴവില്ലെന്ന് പറഞ്ഞ എന്നെ കൊലവിളി പതപ്പിക്കാനും പോകട്ടെ. സോപ്പെടുത്ത് വായിൽ വെച്ച് നിങ്ങൾക്ക് ആർക്കെങ്കിലും അംജുവിനെ താറ്റാൻ പറ്റി എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് പറയാം പ്ലീസ്. വയ്യാത്തോണ്ടാ അല്ലേടാ, അവൻ എന്ത് പറഞ്ഞാലും അവൻ പറ്റൂല. നമ്മൾ ചായ കുടിച്ചിട്ട് സ്നാക്സ് കഴിച്ചോളൂ. കപ്പയുണ്ട്, മീൻകറിയുണ്ട്, ചിക്കനാ, കേക്കും ചായ കുടിക്കാം. എനിക്ക് കേക്കും ചായ. ഓക്കെ, നമ്മൾ കാപ്പി പിടിച്ചിട്ടില്ല. ഇത് ചിക്കൻ ബീഫും ബീഫും കപ്പയും എങ്ങനെടാ? അതേണ്ടല്ലേ. ഞാൻ ഒരു ക്യാരറ്റ് കേക്കും ഒരു ചായയും. എനിക്ക് ലൈറ്റായിട്ട് കഴിക്കാൻ തോന്നി. എനിക്ക് ലൈറ്റായിട്ട് കഴിക്കാൻ തോന്നി, അതൊക്കെ ഞാൻ ലൈറ്റായിട്ട് കഴിക്കുന്നു. ചെറിയ ബൈറ്റ് എടുത്ത് പറയാം. ജാത്തി ഹെവിയായിട്ട് കഴിക്കാം. കൊള്ളാം, നല്ല കേക്ക്. ചായ കുടി കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയി. കഴിച്ചിട്ട് വരാം. നമ്മളങ്ങനെ അയ്യോ നമ്മളെ തേച്ച് ആരാണ് തേച്ചത്? അംജിത് ഖാൻ. അവൻ പറഞ്ഞു ഇവിടെ ഉണ്ടാവും, വന്നാൽ മതി എന്നും പറഞ്ഞു. വന്നിട്ട് നമ്മുടെ എത്തിയപ്പോഴത്തേക്കും അമ്മ ഏത് വഴിക്ക് എന്താ ഷൂട്ടുണ്ടെന്ന് പറഞ്ഞ് പോയിട്ടോ. ഞാനടാ എന്ത് ചെയ്യണോടാ? അംജുവിന് ടാസ്ക് കൊടുക്കണം, പോസ്റ്റ് ആക്കണം. നല്ല ടാസ്ക് അംജുവിന് കൊടുക്കണം. നമ്മളെന്തായാലും ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി കഴിയാൻ നേരത്ത് വേറൊരു വൈബാണ്. മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇതാണ് മാർക്കറ്റിംഗ്. AC ഡബിൾ റൂം 999 ഓൺലി. വണ്ടി ഡബിൾ റൂം, ഫ്രണ്ടിലും ബാക്കിലും സ്ഥലമുണ്ട്. ഓ, അവിടെ മറ്റേ സാധനം കൊടുക്കാനില്ല. നിങ്ങൾ ആരെങ്കിലും മാസ് ബീജം ഇട്ട് കൊടുക്കണം പ്ലീസ്. നീ എന്താ ഇത് നിനക്ക് ബമ്പറിച്ച് അതാരും നിൽക്കുന്നേ? ഒരു വർഷത്തെ കണ്ടന്റുമായിട്ട് അവർ ഇറങ്ങിയിട്ടുണ്ട് സുഹൃത്തുക്കളെ. ഒരു വർഷത്തെ കണ്ടന്റുകളുമായി അവനത് നഗരവീതികൾ IFFKയുടെ നഗരവീതികളിൽ തെണ്ടിത്തിരിയുന്നു. ആര്? ദ വൺ ആൻഡ് ഓൺലി RJ ഷിഫിൻ. എന്ത് ക്വസ്റ്റ്യൻ ആയിരിക്കും ഇപ്രാവശ്യത്തെ? ഒരു വർഷം ഫുൾ ഉണ്ടാവും അത്. നമ്മളെന്തെങ്കിലും നോട്ടീസ്. ഓ, നല്ല ചൂടുണ്ട്, നല്ല ഹ്യൂമിഡിറ്റി ഉണ്ട്. എന്തൊരു ഹ്യൂമർക്ക് വായിക്കറിയാവുന്ന ഭാഷ എഴുതി വെച്ചു. എന്താണ് എന്തോ ഷിഫിനെണ്ണ ആരൊക്കെയോ കൊടുക്കുന്നതാ. അത് നീ എന്താ നീ ഹോട്ടായോണ്ടാ ചൂട് കൊടുക്കണ? കുറച്ചുമ്പത്തെ AC ഡബിൾ റൂമിന്റെ അത്ര ഇല്ലല്ലോ ഇത്. അതാണ് വർഷത്തെ കണ്ടന്റുകളുമായി IFFKയിൽ വിഹരിച്ച് നടക്കുന്ന. ഒരു വർഷത്തെ അല്ല, കിട്ടുന്ന അത്ര മാക്സിമം കണ്ടന്റ്. അതാണ് നീ ഇനി അടുത്ത വർഷം നീ വ്ലോഗായിട്ട് ഇറങ്ങത്തുള്ളൂ. 12 മാസം ഓരോ ആഴ്ച. ഈ വർഷത്തിൽ ഞാനിങ്ങനെ എടുത്തിട്ട് ചിലപ്പോ ഒരു 6 മാസം കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും നിങ്ങളുടെ വീഡിയോ വരും. എന്തായാലും വരും. പോലീസ് വിളിക്കുന്നു. അല്ല, ഇവരേതെങ്കിലും മാമന്മാരെ തള്ളി വിളിച്ചോളൂ. ഇല്ല, മാമന്മാരെ സപ്പോർട്ടാ.
മാമന്മാര് സപ്പോർട്ട്, എല്ലാവരും സപ്പോർട്ട്. എല്ലാ മുക്കിലും മൂലയുള്ള മാമന്മാരെ നമ്മളിപ്പോ നോക്കിയിരിക്കും. അത് ഓരോ ആൾക്കാരെ ഡീൽ ചെയ്യാൻ പഠിക്കണം. നോക്കിയിരിക്കുന്നത് അത് ഓരോ ആൾക്കാരെ ഡീൽ ചെയ്യാൻ പഠിക്കണം. അല്ല നീ ചെയ്യുന്ന പോലെ മറ്റേ ഏത് ചുമ്മാ ഒന്നുമില്ല. അപ്പോ ഞാൻ പറയണ്ടല്ലോ, ക്യാമറ ഇവൻ ചെയ്യണമെന്നും ചെയ്യല്ലേ, ഇവന്റെ കണ്ടന്റ് ഒന്നും ആരും എടുക്കല്ലേ. സ്ട്രേഞ്ചേഴ്സിന് മീറ്റ് വേണം, നമുക്കെല്ലാം വാങ്ങിച്ചോടാ. തിന്നെ ശരിയാണ്. നീ ഒരു ചായെങ്കിലും നമുക്ക് വാങ്ങിച്ചു തന്നിട്ടുണ്ടോ? കണ്ട പെൺപിള്ളേർക്ക് പോയി സ്ട്രേഞ്ചേഴ്സ് മീറ്റ് അപ്പം പറഞ്ഞുകൊണ്ട് ഓടി വന്ന് കൊച്ചി, തിരുവനന്തപുരം, ആലപ്പുഴ. എടാ ഇതിന് ട്രാവൽ ചെയ്യാൻ തന്നെ നല്ലൊരു എമൗണ്ട് ആവൂലേടാ. പോയിട്ട് ക്രെഡിറ്റ് കാർഡ് വെച്ചിട്ട് മറ്റേ എന്തോ ലബാനില്ല ഒരു ഡെസേർട്ടിന് 300-400 രൂപ ഉണ്ട്. അങ്ങനത്തെ 3-4 വാങ്ങിച്ച് എല്ലാവർക്കും നമുക്കൊരു ചായ പരിപ്പൂട വാങ്ങിച്ചു തന്നിട്ടുണ്ട്. ഒന്നും വാങ്ങിച്ചു തരൂല അവൻ. വളരെ മോശമാണ്. ഒരു മിനിറ്റ് 10 രൂപ വേണോ എന്നോട് ചായ കുടിക്കാൻ പറ്റും? ഇല്ല, നിന്നെയും കൊണ്ട് ഇന്ന് നമ്മള് വൈകുന്നേരം ഇവിടുത്തെ ഒരു കഫേയിൽ പോകും. നീ ബില്ല് കൊടുക്കും. ബില്ല് ഞാൻ കൊടുത്തോളൂ. ഇന്ന് വിത്ത് ഫ്രണ്ട്സ്. നമ്മള് ഇതിന്റെ ഇടയിൽ കൂടെ നമ്മൾ വേറെ റീലും കൂടെ കാച്ചുണ്ട്. കിട്ടുന്ന റീലാണ്, നൈസ് സാരാണ് അത്. ആ റീല് അത്യാവശ്യം നല്ല റീലാണ്. നമ്മൾ പബ്ലിക്കായിട്ട് ഞാൻ അതിലെടുക്കുന്ന ഒരു സാധനം അല്ലടാ. അപ്പം അത് എഡിറ്റ് ചെയ്യാൻ പറ്റിയ അത്യാവശ്യം നന്നായി ട്രോൾ ബേസിലൊക്കെ എഡിറ്റ് ചെയ്യാൻ പറ്റിയ. ഞാൻ ട്രോളിലാണ്, പക്ഷേ ഞാൻ എഡിറ്റ് ചെയ്യാൻ അത്രയും പെർഫെക്റ്റ് വരത്തില്ല. നല്ല എഡിറ്റ് കാര്യം കൊണ്ട് എനിക്കൊന്ന് ഇൻസ്റ്റഗ്രാമിൽ DM ചെയ്യണേ. നമുക്കിനി ഈ IFFKയുടെ ഏറ്റവും വലിയ പ്രത്യേകത അറിയാം. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കൂടുതൽ ആൾക്കാരായിട്ട് കണക്ട് ആയത് IFFK വഴിയാണ്. നമുക്ക് ഫസ്റ്റ് ഓക്കെ ഞാൻ ആദ്യമേ എൻ്റെ കൂടെ എനിക്ക് ഷിഫിനെയും ബാസിനെയും പരിചയം ഉണ്ടായിരുന്നു. നീ വന്നപ്പോഴത്തേക്കും നമ്മൾ അവന്മാരായിട്ട് IFFK അല്ലേ കമ്പനി ആയത്. ഇവൻ വന്നപ്പോഴത്തേക്ക് ഞങ്ങളുടെ ഒരു ദിവസം IFFK വന്നപ്പോൾ ഇവനും ഷിഫിനും ബാസിത്തും അന്നാണ് വിഷ്ണുവിനെ പരിചയപ്പെടുന്നത്. കഴിഞ്ഞതിൻ്റെ മുന്നത്തെ കൊല്ലാണ് നമ്മൾ അംജുവിനെ പരിചയപ്പെടുന്നത്. അംജുവിനെ പരിചയപ്പെടുന്നത് കഴിഞ്ഞതിന് മുന്നത്തെ വർഷം അംജുവിനെ ശ്രീകുട്ടിനെ പരിചയപ്പെടുന്നത്. ഗുണ്ടവര് ബാച്ച് അപ്പം നമ്മളൊരു ബാച്ചായി. നമ്മുടെ ബാച്ചിന് നമ്മൾ തന്നെ വിളിക്കുന്നത് ഡ്രൂളിംഗ് പീസ് എന്ന് പറഞ്ഞത്. ഇതുവരെ ഒഫീഷ്യലി ഒന്നും ആയിട്ടില്ല, ഡ്രൂളിക്കൊണ്ടിരിക്കുന്നല്ലോ. നമ്മൾ ഒരു വർഷം പ്ലാൻ ചെയ്തിട്ടാണ് നമ്മൾ ആ ട്രിപ്പ് പോയത്, 3 ട്രിപ്പൊക്കെ പോയത്. പക്ഷെ നമുക്ക് കുറേ കണക്ഷൻസ് കിട്ടുന്നത് IFFK വരുമ്പോൾ. നമ്മൾ കുറേ കൂടെ അല്ലടാ. കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ നന്നായിട്ട് മണിയൊക്കെ ഉണ്ടായിരുന്നു, പ്രശ്നമാരും ഇല്ല. ഓക്കെ, ഫിലിം കണക്ഷൻ ഉണ്ടാക്കാനാണ് നമ്മൾ വരുന്നത്. നല്ല ഇന്റൻഷൻ ഉണ്ടായിരുന്നെങ്കിൽ നല്ല ഫ്രണ്ട്സിന് കിട്ടും. യെസ്, അതാണ് നമ്മളിങ്ങനെ തേരാപ്പാരം നടക്കുന്നത്. പായസക്കട അങ്ങോട്ട് വേണ്ട, ഷുഗർ കട്ട്. സിനിമാക്കാരുടെ ചോര കൂട്ടിക്കുന്നു. സിനി ബ്ലഡ് കൊള്ളാം. ഇവിടുന്ന് ബ്ലഡ് കയറ്റിയാൽ നമ്മൾ സിനിമാക്കാരനാവും. കൈ പിടിച്ചൊക്കെ മാറ്റണം. ഞാൻ വല്ല ചെയ്താ ഇതിന് വേണ്ടി പ്രത്യേക ക്ലാസ് വല്ലതും ഉണ്ടോടാ? കോച്ചിങ് ക്ലാസ് വല്ലതും ഉണ്ടോ? ബൈ ബർത്ത്. ഓക്കെ. ആര് എന്റെ ഇടക്കിടക്ക് ബോറടി മാറ്റിക്കൊണ്ടിരുന്ന ഫ്ലാറ്റ് നിങ്ങൾ വിട്ടല്ലേ? ഇനി ഉടനെ അടുത്ത ഫ്ലാറ്റ് എടുക്കില്ലേ? കേരളത്തിലെ ഇല്ലുമിനാറ്റി ഘടകത്തിലെ അൺനോൺ മെമ്പറാണിത്. പുറത്ത് പറഞ്ഞിട്ടില്ല, നമ്മുടെ റീലിലൂടെ മാത്രം ഇതിപ്പോൾ പുറത്ത് വന്നിട്ടിരിക്കുക. ഇല്ലുമിനാറ്റി ഘടകത്തിന്റെ 1 ഓഫ് ദ മെമ്പറാണ്. മെയിൻ നാഴികക്കല്ലെന്ന് വേണമെങ്കിൽ പറയാം. കിടിലമുണ്ട്. സെവൻ രാജിന്റെ എസ്റ്റേറ്റ് ഏജൻസി. ഇതെന്താ എസ്റ്റേറ്റുകാർക്ക് എന്ത് ഇവിടെ കാര്യം? എന്നാലും ഈ എസ്റ്റേറ്റുകാർക്ക് ഇവിടെ കാര്യം? IFFK കാര്യം? എസ്റ്റേറ്റുകാരൊക്കെ ഒന്ന് സിനിമ ഷൂട്ടിങ്ങിന്റെ സ്ഥലം കൊടുക്കണമെന്ന് തോന്നുന്നു. അതായിരിക്കും തോന്നുന്നു അല്ലേ? നമ്പർ 7 ആടാ. നമ്പർ 7 ആടാ. അത് 7 നമ്പർ 7. അയ്യോ 777 അങ്ങനെ ലക്കി നമ്പറാന്ന് തോന്നുന്നു. 7 എന്ന് തോന്നുന്നു. ചെന്നൈ സൂപ്പർ കിങ്സിന്റെ ആരോഗ്യം തോന്നുന്നു. നോക്കുന്നോ? വേണ്ടല്ലേ? വേണ്ട, ഓക്കെ, വെറുതെ വേണ്ട. നമ്മളവിടെ നിന്നപ്പോഴത്തേക്ക് അംജിത് ഖാൻ വിളിച്ചിട്ട് പറഞ്ഞ് അവിടെ എവിടെയോ എന്തോ പരിപാടി ഉണ്ട്, അങ്ങോട്ട് ഇവിടെ ഫുഡ് അടിക്കാമെന്ന് പറഞ്ഞ് വിളിച്ച് നമ്മളെ വിളിച്ചിട്ട് ഇപ്പോൾ ഒരു 15-20 മിനിറ്റോളം ആയിട്ടുണ്ട്. നമ്മൾ 2 ട്രാഫിക്കിലാണ്. നമ്മൾ അവരെയൊക്കെ പറഞ്ഞു വെച്ചിരിക്കുന്ന രീതിയിൽ നമ്മളിപ്പോൾ അങ്ങോട്ട് പോയി നിൽക്കാറ്. നമ്മളോട് ചെല്ലുമ്പോഴത്തേക്ക് അതും കഴിഞ്ഞാൽ അവർ ഇങ്ങോട്ട് തിരിച്ചു വരും. അതുമില്ല ഇതുമില്ല ഒന്നുമില്ലാത്ത അവസ്ഥ. അയ്യോ ഞാനിത് തീർന്ന്. അയ്യോ നമ്മളിതെല്ലാം അങ്ങോട്ട് പോട്ടെ. നോക്കൂ, അംജിത് ഖാൻ. വാവനെ മിസ് ചെയ്യുന്ന എല്ലാരും. വാവനെ മിസ്. നമ്മളല്ല, നിങ്ങൾ അവിടെ ഇവിടെ കാണാം.
കല്യാണം കഴിക്കണമെങ്കിൽ നാരായണൻകുട്ടി എടാ പുതിയത് തുടങ്ങിയടാ നാരായണൻകുട്ടി എന്നെ കല്യാണം കഴിപ്പിക്കാൻ നാരായണൻകുട്ടി എന്ന് പറഞ്ഞ ഞാൻ തന്നെ കിട്ടും. എടാ ഇവന് പെണ്ണില്ല എന്നാണ് എന്റെ വിശ്വാസം. അല്ലടാ ഇവന് പെണ്ണില്ല, പക്ഷേ അതെന്തറിയാവടാ, ഈ മേളം കേട്ട് കഴിഞ്ഞാൽ ഈ തൃശ്ശൂർ ഭാഗത്തുള്ളവർക്ക് മേളമൊക്കെ ഭയങ്കര ഇഷ്ടമല്ല. അഞ്ച് ഇടക്കിടക്ക് തൃശ്ശൂർ റൗണ്ടിൽ ഒറ്റയ്ക്കൊക്കെ പോകാറുണ്ട്. നട്ടി കണ്ടാ തുള്ളണം. തുള്ളണം. അത് തൃശ്ശൂരായിട്ട് നല്ല ബന്ധം എന്തോ ഉണ്ടാ. തൃശ്ശൂർ പൂരത്തിന് ഞാൻ പോയിട്ടുണ്ടായിരുന്നു, അതായിരിക്കും. ഓ അതാണ്. നമ്മൾ ഫുഡ് കഴിക്കാൻ വന്നതാണ്. അതായത് വാസത്തിൻ്റെ എന്തൊരു ഷൂട്ടിൻ്റെ പരിപാടി നമ്മൾ ഫുഡ് കഴിക്കാൻ വന്നതാണ്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഈ പല ഫുഡ് ബ്ലോഗേഴ്സിനും ഭയങ്കര എളുപ്പമാണല്ലോ, എല്ലായിടത്തും പോകുന്ന വീഡിയോ എടുത്ത് ഫുഡ് കഴിച്ചാൽ മതിയായിരുന്നു. പക്ഷെ അതൊന്നുമല്ല. ഇത് കണ്ട അതൊക്കെ ഏതാണ് എന്താണെന്നൊക്കെ അറിയണം. അറിഞ്ഞതിന് ശേഷം അത് അഞ്ചു ഷൂട്ട് ചെയ്യണം. ഷൂട്ട് ചെയ്തിട്ട് ഇതൊന്നും പോരാണ്ട് ഇതെല്ലാം വെച്ചിട്ട് ഷൂട്ട് ചെയ്ത് റെഡിയാക്കിയാലേ ഇത് കഴിക്കാൻ പറ്റത്തുള്ളൂ. നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ ഭയങ്കര എളുപ്പമാണ്, അതൊന്നുമല്ല. ഇതെല്ലാം എടുത്തിട്ട് ഇതവൻ നിന്ന് വോയിസ് ഓവർ ഇവൻ കൊടുക്കണം, ബാസി കൊടുക്കണം, എന്നാലൊക്കെ സെറ്റ് ആവത്തുള്ളൂ. ഒരിക്കലും സിമ്പിളല്ല. നിങ്ങൾ വിചാരിക്കുന്നത് അയ്യോ ഫുഡ് ബ്ലോഗേഴ്സിന് എല്ലാ സുഖമല്ല പോയി ഫുഡ് കഴിച്ചാൽ. നല്ല എഫേർട്ടുണ്ട് അതിൻ്റെ പുറകിൽ, എല്ലാവർക്കും എഫേർട്ടുണ്ട്. ഞാൻ വ്ളോഗ് കൊടുക്കാനാണ് നല്ല എഫേർട്ടുണ്ട്, അതിന് നല്ല ഫണ്ടും അതിനകത്ത് ഇറങ്ങുന്നുണ്ട്. എല്ലാത്തിനും അതിൻ്റെ ഇതുണ്ട്. എടാ അവിടെ ഈ കൊഞ്ച് കഴിക്കുമ്പോൾ ഒരു പ്രത്യേകത ഉണ്ട്. കൊഞ്ചിനെ കൊഞ്ചിച്ചെടുക്കണം. കൊഞ്ചിനെ കൊഞ്ചിച്ചെടുക്കണം. കൊഞ്ചിനെ കൊഞ്ചിച്ചെടുക്കുന്ന ഞാൻ ഫാനായി ഇതിന്റെ. ഞാൻ ഫാൻ ബോയ്. ഫോക്കസ് ആണോ ഫോക്കസ് അല്ലേ? ബീഫും പാൽക്കപ്പ അമ്പോ ഒരു രക്ഷയില്ല. അയ്യോ ഇവിടെ പ്ലേറ്റ് അയ്യോ തീർന്ന. അയ്യോ ഞാൻ ചത്തു ഒരു വഴിക്കായി. ഷസാം ഫ്രൈഡ് റൈസാ? ഷസാം ബ്രോയുടെ ഫ്രൈഡ് റൈസ്. ഷെസ്വാൻ. രണ്ടാമത്തെ ബീഫ്. ഇതിന്റെ മുന്നേ ബീഫ് ഓർഡർ ചെയ്തതിന് മുന്നേ ഒരുത്തം പറഞ്ഞ അവന് ബീഫിന് വേണ്ട. ഞാൻ പറഞ്ഞ വെച്ച കൈ കിട്ടുന്നു കൊണ്ടുവന്നപ്പോഴേ പറഞ്ഞ ഒരു പീസും. ഒരു പീസല്ലേ കളിയാ, 1.5 പീസും. അണച്ചെടുത്ത ഒരാളുണ്ട് അച്ഛൻ ഇന്ന് വരുമെന്ന് നമുക്ക് നേരത്തെ വീട്ടിൽ പോകണം. നേവിയിലെ പ്രോഗ്രാം ഇരുന്നപ്പോ അവിടെ വന്നു തുരച്ചു വിട്ടു. ഇതോ അവിടെ അശ്വിൻ നിൽക്കണ വിളിക്കല്ലേ നമുക്ക് തിരിച്ചു പോകാം. അവൻ കണ്ട് ചാടി ഇറങ്ങി വന്നിട്ട് അങ്ങനെ മറ്റേ അഞ്ജുവിന്റെ എന്റെ എക്സ്ക്ലൂസീവ് വീഡിയോ പുള്ളിക്കാരൻ അയച്ചു കൊടുക്കായിരുന്നു. അഞ്ജുന്റെ ഒരു എക്സ്ക്ലൂസീവ് എന്റെ കിടപ്പുണ്ട്. നിന്റെ അഞ്ചിന്റെ എക്സ്ക്ലൂസീവ് അല്ല അഞ്ജുന്റെ മാത്രം. മഹാബഹളിയാണ് ഇവൻ മറ്റേ സ്റ്റേഡിയത്തിന്റെ അവിടെ അത് എക്സ്പീരിയൻസ് ഉള്ളവർക്കല്ലേ, അത് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് കറക്റ്റായിട്ട് കാണിക്കാൻ പറ്റുമല്ലോ. കാലെടുത്ത് വെച്ചാ
the next day. ഗായ്സ്, ഇന്നലത്തെ തിമിർപ്പും തകർപ്പും കഴിഞ്ഞ ശേഷം നമ്മൾ വീണ്ടും ഇന്ന് വന്നിരിക്കുകയാണ്. നിതിൻ എപ്പോൾ അറിയില്ല, അത് കഴിഞ്ഞാൽ ഊബർ ഓടിച്ചാണ് പോകുന്നത്. സോ ലെറ്റ്സ് എക്സ്പ്ലോർ. നിന്റെ ഡാൻസിൽ എത്ര പേരാ ഫാൻസ്? അംജു 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 വന്നവർക്കും പോണവർക്ക് അംജുവിന്റെ ഡാൻസ് മതി. അംജുവിന്റെ സ്റ്റെപ്പ് എന്താ ചോദിക്കുന്നത്? അത് എന്തെങ്കിലും കഴിക്കുന്നുണ്ടോ അതിന് പ്രത്യേകിച്ച്? അതിനാണ് ഫാൻ ബേസ്. ഇല്ല, കട്ടുന്നത് ഞാൻ കട്ട് ചെയ്തോളാം. അഞ്ചു, നീ കുറെ ക്യാമറ എടുക്കാൻ പറഞ്ഞില്ലേ? ഇതിലേത് വേണം? എടുത്തോടാ. വാതിൽ മുട്ടും. അംജുന്റെ ക്യാമറ എടുക്കാനൊന്നും ആഘോഷമല്ലടാ. ആഘോഷമൊന്നുമില്ല, മര്യാദക്ക് എടുക്കുന്നു വരുന്നു. അന്ന് നമ്മൾ അതിനു വേണ്ടി മാത്രം വരും. അംജു കൂടെ എങ്ങോട്ടാ പോകുന്നത്? എന്താണ് ഇതിന്റെ ഉൾവശം? എനിക്ക് മനസ്സിലാവുന്നില്ല. അംജുന് വാഷ്റൂമിൽ പോണെങ്കിൽ പോലും ബാസി ഉണ്ടല്ലേ പറ്റത്തുള്ളൂ. ഇതിനകത്തുള്ള എന്താ ഇതിപ്പോ തമ്മിൽ എന്താണ്? വാഷ്റൂമിൽ പോണെങ്കിൽ അംജുന് ബാസി വേണം, എവിടെ പോണെങ്കിലും ബാസി വേണം. ബാസി കല്യാണം കഴിച്ച് കഴിയുമ്പോൾ എന്തായിരിക്കും? അവർ രണ്ടുപേരും നടുക്ക് അംജു എന്ന് കിടക്കും. എന്തായിരിക്കും അവസ്ഥ? എനിക്കിതൊന്നും മനസ്സിലാവുന്നില്ല. എന്താണ് ഈ കാണുന്നതൊക്കെ? ഏറിൽ മൽപ്പിടുത്തം തന്നെയല്ലേ? മലമ്പിടുത്തം കണ്ടിട്ട് എന്താ തോന്നുന്നു? മലമ്പിടുത്തണം മൽപ്പിടുത്തണം. നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? നിങ്ങൾ തമ്മിലെ സ്നേഹം കൈ മറന്നുകൊണ്ട് എനിക്ക് തോന്നുന്നത്. എടാ, ഞാൻ സംശയം ചോട്ടെ. സംശയമാണല്ലോ എനിക്ക് മൊത്തം. നിനക്ക് മുള്ളാൻ പോകുമ്പോഴേക്ക് അംജുന് മുള്ളാൻ പോണം, അംജുന് മുള്ളാൻ പോകുമ്പോൾ നിനക്ക് മുള്ളാൻ. ആണാ? സത്യം. ഓ കൊച്ചു, നിങ്ങൾക്ക് നമ്മൾ കല്യാണം കഴിച്ചു വിടറാ. ഇല്ല, ഞാൻ വരും. നിങ്ങളുടെ സ്വർഗത്തിൽ കട്ടുമാവാൻ ഞാൻ ഇല്ലടാ. ഇല്ല, വരൂല. നിങ്ങളുടെ സ്വർഗത്തിൽ കട്ടുമാവാൻ എനിക്ക് ആഗ്രഹമില്ല. ഒരിതനുസരിച്ച് 100-ൽ അടുത്ത് നിൽക്കുന്ന ഒരു 100 പേർക്കും ഒരുമിച്ച് മുട്ടുമെന്നാണ്. ഒരുമിച്ച് മുട്ടും. അത് സയന്റിഫിക്കലി നമുക്കും അങ്ങനെ ആയിപ്പോയി. ഇപ്പൊ ഇവന് മുട്ടെന്ന് വെച്ചാൽ എനിക്ക് നിനക്ക് മുട്ടും. ഒരേ സമയത്ത് എത്ര പേര് പ്രസവിക്കണം? അതെല്ലാം എന്ത് സ്നേഹം എന്തായിട്ടാ? അടിച്ച് തല തട്ടിട്ടാ ഞാൻ. ഒരു സമയത്ത് എത്ര പേർക്ക് പനി പറഞ്ഞു. ഓ ശരി സമ്മതിച്ചു. എത്ര പേർക്ക് ഇളവുന്നു ഒരു സമയം? അത് ചുമ ഉത്തരം മുട്ടുമ്പോ ചുമയ്ക്കും. ചുമ വരും ഒരു സമയം. കാണില്ലേ? സന്തോഷായില്ലേ? നിന്നെ താറ്റാൻ വേണ്ടി നമ്മൾ ആ വജ്രാജ് ഇറക്കോടാ, നോക്കിക്കോടാ. നിനക്ക് ഇറക്കും, നിന്റെ ഇറക്കും. അല്ല ഇപ്പഴല്ല, ഇല്ല ഇപ്പഴല്ല, പിന്നീട്. നിനക്കുള്ള നീ തീർന്നോ? നെടുമങ്ങാട് ഫ്ലെക്സ് കയറി ഇവരെല്ലാം പറഞ്ഞു പറഞ്ഞ അവൻ ഇരിപ്പാവുന്നു. ഇല്ല, നിനക്ക് നമ്മൾ ചായ കുടിച്ചിട്ട് ഗൈസ്. നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നൈസായിട്ട് എങ്ങോട്ടാ? നമ്മൾ മാനവീയത്തോട്ട് പോവുകയാണ്. അവിടെ നിന്ന് വണ്ടി എടുത്തിട്ട് നേരെ ഭൂമി എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റ് മാനവീയത്തോട്ട് പോണ ട്രിവാൻഡ്രത്ത്. ഓക്കെ, അത് കേരളത്തിൽ തന്നെ വൺ ഓഫ് ദ മോസ്റ്റ് അടിപൊളി എന്നാണ് പറയുന്നത്. ഞാനും റീൽസിലെ കണ്ടിട്ടുള്ളൂ. ഫസ്റ്റ് ടൈം ട്രൈ ചെയ്യാൻ പോവുകയാണ്. ഭയങ്കര എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഭയങ്കര കിടിലം ഒരു ബാലി തീം ബേസ് അതേപോലത്തെ. സോ നമുക്ക് എന്തെങ്കിലും പോയി നോക്കാം. വയറ് വീർക്ക് കഴിക്കാൻ പറ്റില്ല, കേട്ടിട്ടുണ്ട്. അമ്മേ, ജസ്റ്റ് ട്രൈ. ഏറ്റവും വില കുറഞ്ഞ ഫ്രഞ്ച് ഫ്രൈസ്. ഓക്കെ, അതൊക്കെ പോയി നോക്കാം എന്തായാലും. അങ്ങനെ നമ്മൾ എത്തിയിരിക്കുകയാണ് ഭൂമിയിൽ. ഭൂമിയിലെത്തിയിരിക്കുന്ന അവസരം വണ്ടി ഓടിച്ച് ഗൈസ്. നമ്മള് PY എവിടുന്നാ? പയ്യോളി വണ്ടി ഇപ്പൊ ഇറക്കിയത് ഭൂമിയിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണ്. നിന്റെ കൂടെ എടുത്തോണ്ടല്ലോ അവൻ തരാ. എവിടെ പോടാ അവൻ? വണ്ടിയിൽ വന്നോണ്ടിരിക്കണേ. നമ്മളല്ലേ റീലിലേക്ക് കൊണ്ട് വൈറലായതാണ്. എന്താണ് ഏതാണെന്ന് അറിയാൻ നമുക്ക് അകത്ത് കയറി നോക്കാം എന്താ അവസ്ഥ എന്നുള്ള. അഫോർഡബിൾ അല്ലെന്ന് കേട്ടു. നമ്മൾ BMW വന്നോണ്ടാ വില കളയണ്ടെന്ന് വെച്ചു. അത്രേ നമ്മൾ PYയിൽ വന്നുകൊണ്ടാന്ന് തോന്നല്ലടാ. പയ്യോളിക്കാരെ അറിയില്ല. നമ്മൾ വന്ന വണ്ടി കണ്ടിട്ടാണ് നമുക്ക് പ്രത്യേക സീറ്റൊക്കെ അറേഞ്ച് ചെയ്യാന്ന് പറഞ്ഞു. പ്രത്യേക സീറ്റാ? ആ, നമുക്ക് സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് നമുക്കുണ്ട്. അങ്ങനെ അതാണ്.
കിട്ടിയാ കൊള്ളാം, കഴിച്ചാ മതിയായിരുന്നു. കിട്ടൂടാ, കിട്ടണ്ടടാ പോയാ നമ്മൾ പയ്യോളിയിലെ വണ്ടിയിൽ വന്ന് ഇറങ്ങിയല്ലേ. ഓ അങ്ങനെ ആ വണ്ടി അങ്ങനെ. നമ്മൾ അപ്പോഴെന്തായാലും സ്പെഷ്യൽ റിസർവേഷൻ അല്ല, എനിക്ക് തോന്നുന്നു ഇവര് ഇതിലുള്ള ഏറ്റവും കൂടിയ ഒരു സീറ്റ് നോക്കി തന്നെ നമുക്ക് തരാം. ഇറക്കി വിട്ടില്ലെങ്കിൽ കൊള്ളാം. ഇന്നലെ നമ്മൾ ഭൂമിയിൽ പോയി പക്ഷേ നമുക്ക് സീറ്റ് കിട്ടിയില്ല, റിസർവേഷൻ ആയിരുന്നു. റിസർവേഷൻ പറഞ്ഞു വിട്ടു. നമ്മൾ അവിടെ നിന്ന് നമ്മൾ തളർത്താനാവില്ല. നമ്മൾ അതിലും കൂടി നല്ല ആംബിയൻസ് ഉള്ള എവിടെയാണ് കഴക്കൂട്ടത്തല അമീഗോസിൽ പോയി ഫുഡ് കഴിച്ചിട്ട് തിരിച്ചു പോന്നു. ഞാനിവന് നൂഡിൽസ് വാങ്ങിച്ച്, ഷിഫിനും ബാസിയും അൽഫാമും വാങ്ങിച്ച്, പിന്നെ അംജുവും വിഷ്ണുവും കൂടെ ഫ്രൈഡ് റൈസും അതും കിട്ടില്ലായിരുന്നു, നല്ല ടേസ്റ്റ്. പക്ഷെ അൽഫാം അത്രയ്ക്ക് വന്നില്ല, സെറ്റായിരുന്നു. അപ്പം എല്ലാ പരിപാടിയും കഴിഞ്ഞ് അങ്ങനെ ഈ വർഷത്തെ നമ്മുടെ IFFK വൈബ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. അപ്പം തമ്മിലും റെഡിയായി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം ഇന്ന് വൈകിട്ട് ഞാൻ തിരിച്ച് പോകണേന്. അപ്പം ബൈ. അപ്പോൾ ബൈ. അപ്പം മറ്റൊരു വീഡിയോ ഞാൻ വീണ്ടും സന്ധിക്കുമ്പോഴേക്കും വണക്കം.